മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ നിന്ന് കാറോടിച്ചോ ബൈക്കോടിച്ചോ പോകുമ്പോൾ അത്യാവശ്യമില്ലെങ്കിൽ ഹോണടിക്കാതിരിക്കലാണ് കമ്പാഷൻ. എൽ എന്നെഴുതി വെച്ചിട്ടുള്ളൊരു കാറിൻ്റെ പിറകിൽ ചെന്ന് ഹോണടിച്ച് അയാളെ ബുദ്ധിമുട്ടിക്കാതിരിക്കലാണ് കമ്പാഷൻ. എനിക്ക് നിങ്ങളെപ്പോലെ ഡ്രൈവിംഗ് അറിയില്ല എന്നാണ് അയാൾ എഴുതി വച്ചിരിക്കുന്നത്, അല്ലേ? നിങ്ങളെപ്പോലെ എനിക്ക് ഇത് ഓടിക്കാൻ അറിയില്ല എന്നാണ് എൽ എന്ന ഒരൊറ്റ അക്ഷരം കൊണ്ട് അയാൾ നമ്മളോട് സംവദിക്കുന്നത്. എന്നിട്ട് അയാളെ പിറകിൽ പോയിട്ട് ഓണടിക്കാതിരിക്കലാണ് കമ്പാഷൻ. കമ്പാഷൻ എന്നുള്ള വാക്കിൻ്റെ എറ്റിമോളജി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഭയങ്കര രസമാണ്. അത് ലാറ്റിനാണ്. കമ്പാറ്റി എന്ന് പറഞ്ഞാൽ സഫർ വിത്ത്. ഫീലിംഗ് ത്രൂ എന്നൊരു ഷോർട്ട് ഫിലിം ഉണ്ട്, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് ഒരു ടീനേജ് പ്രായത്തിലുള്ള ഒരാൾ അയാളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ അങ്ങാടിയിലൂടെ ആഘോഷിച്ച് നടക്കുകയാണ്. കുറേ സമയമായി അയാളുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അയാളുടെ ഗേൾ ഫ്രണ്ടിൻ്റെ മെസ്സേജാണ്. ആ മെസ്സേജിന് റിപ്ലൈ ചെയ്യാൻ കുറച്ച് വൈകുമ്പോഴേക്ക് അയാളുടെ ഗേൾ ഫ്രണ്ട് വല്ലാതെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് ഇയാളുടെ സുഹൃത്തുക്കളൊക്കെ വീട്ടിലേക്ക് പോയി. ഇയാൾ മാത്രം എന്തോ കാരണത്താൽ വീട്ടിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു യാചകൻ വന്ന് ഇയാളുടെ മുന്നിൽ ഇങ്ങനെ കൈ നീട്ടുന്നത്. അപ്പം ആ യാചകനൊന്നും ഇയാൾ കൊടുത്തില്ല എന്ന് മാത്രമല്ല, യാചകനോട് ഇയാൾ ദേഷ്യപ്പെടുക ചെയ്യുന്നത്. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്താണ് കുറച്ച് ദൂരെ ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ നൃത്തം കണ്ടാൽ തന്നെ അറിയാം എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം ഇവൻ അയാളുടെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നിട്ട് നോക്കുമ്പോൾ അയാൾ ഒരു ബോർഡ് പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് കേൾവിയില്ല, കാഴ്ചയില്ല, സംസാരിക്കാനും കഴിയില്ല, എന്നെ സഹായിക്കണം, എനിക്ക് പോകാനുള്ള ബസ് എവിടെയാണ് വരിക എന്നുള്ളത് എന്നെ ഒന്ന് അവിടേക്ക് എത്തിച്ചു തരണം എന്നൊക്കെയാണ് ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് കണ്ടപ്പോൾ ഇവൻ എന്തോ അയാളോടൊരു സ്നേഹം തോന്നി. എന്നിട്ട് അയാളെ ഇങ്ങനെ മെല്ലെ തൊടുക മാത്രം ചെയ്തു. അപ്പം അയാളിങ്ങനെ ആദ്യം ഒന്ന് റിജക്റ്റ് ചെയ്തു. പിന്നെ അയാൾക്ക് മനസ്സിലായി അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആരോ വന്നതാണ്. അങ്ങനെ കുറേ സമയമായി അവരൊരുമിച്ചിരിക്കുകയാണ്. അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഇദ്ദേഹം ഇവനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇയാളുടെ ഡയറിയിൽ എഴുതിയിട്ട് കാണിച്ചു കൊടുക്കും. ഓക്കെ, ഇദ്ദേഹത്തിന് തിരിച്ച് റിപ്ലൈ കൊടുക്കേണ്ടത് എങ്ങനെയാണ്? ഇയാളുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ആ കയ്യിൽ എഴുതി കൊടുക്കണം, യെസ് അല്ലെങ്കിൽ നോ, ഇത്രയൊക്കെ മതി, അയാൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇയാൾ പറയുന്നത് എനിക്ക് ദാഹിക്കുന്നുണ്ട്, വെള്ളം വേണം. അങ്ങനെ ഇദ്ദേഹത്തെയും കൊണ്ട് കുറച്ച് അപ്പുറത്തുള്ളൊരു കഫറ്റീരിയയിലേക്ക് ഇവൻ പോവാണ്. അങ്ങനെ വെള്ളം വാങ്ങി ഇദ്ദേഹത്തിൻ്റെ പേഴ്സിൽ നിന്ന് കുറച്ച് $, എടുത്തിട്ട് ഇദ്ദേഹം ഇവൻ്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ കടക്കാരന് കൊടുത്തു. തിരിച്ച് കടക്കാരൻ അതിൻ്റെ ബാലൻസ് കൊടുത്തപ്പോൾ അതിൽ നിന്നൊരു $10 ഇവൻ സ്വന്തം കീശയിലേക്ക് ഇട്ടു. ഇയാൾ കാണില്ലല്ലോ, കണ്ണ് കാണാത്ത ആളല്ലേ. അങ്ങനെ കുറേ സമയമായി അവരിങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവസാനം ഇവൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇത്രയും ലേറ്റ് ആയത്? കുറേ സമയമായി, അർദ്ധരാത്രിയുടെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പം ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഇത്രയും ലേറ്റ് ആയത്? അപ്പം അയാളിങ്ങനെ എഴുതിയിട്ട് കൊടുക്കുകയാണ്, ഞാനൊരു സുഹൃത്തിനെ കാണാൻ വന്നതാണ്. ഓക്കെ, സുഹൃത്തിനെ കാണാൻ വന്നതാണ് എന്നുള്ള രൂപത്തിൽ എഴുതിയിട്ട് അവന് കാണിച്ചു കൊടുത്തു. അപ്പം ഇദ്ദേഹം തിരിച്ച് ഇവനോട് ചോദിക്കുകയാണ്, നീ എന്താണ് ഇത്രയും വൈകിയത്? അപ്പം അവന് അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ വാങ്ങിയിട്ട് അവൻ എന്തോ എഴുതാൻ തുടങ്ങിയിട്ട് ആ എഴുതിയത് ഇങ്ങനെ മായ്ച്ചു. വീണ്ടും എന്തോ എഴുതാൻ ഇങ്ങനെ തുടങ്ങി, അതും മായ്ച്ചു. പിന്നെ കുറച്ച് സമയം ഇവനിങ്ങനെ ആലോചിച്ചിട്ട് അവന് എഴുതിയത് എങ്ങനെയായിരുന്നു? സെയിം. ഞാനും ഇതേപോലെ ഒരു സുഹൃത്തിനെ കാണാൻ വന്ന് ഇങ്ങനെ വൈകിപ്പോയതാണ്. ഓക്കെ, കുറേ സമയം കഴിഞ്ഞു. അദ്ദേഹത്തിനുള്ള ബസ് വന്നു. ആ ബസ്സിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി ഇവൻ ഇരുത്തി. എന്നിട്ട് ആ ബസ്സിൻ്റെ ഡ്രൈവറോട് പറഞ്ഞു, ഇദ്ദേഹത്തെ ഇറക്കേണ്ട സ്റ്റേഷനൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ആ വണ്ടിയിൽ നിന്ന് യാത്രയാക്കിയിട്ട്
അവൻ ആ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക, ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. ആ സമയത്ത് അദ്ദേഹത്തോട് അവൻ ചോദിച്ചു, കയ്യിൽ ഇങ്ങനെ വാങ്ങിയിട്ട് കയ്യിൽ ചോദിച്ചു, ആർ യു ഓക്കെ? ഓക്കെ, ആർ യു ഓക്കെ? അപ്പൊ അദ്ദേഹം അവന്റെ കൈ ഇങ്ങനെ വാങ്ങിയിട്ട് എഴുതി ഓക്കെ, ഐ ആം ഓക്കെ. എന്നിട്ട് അതിങ്ങനെ മായ്ച്ചു. എന്നിട്ട് അടുത്ത വരികയാണ്, യു വിൽ ബി ഓക്കെ, യു വിൽ ബി ഓക്കെ. നമ്മുടെ ഭാഷയിൽ അതിന് മലയാളം പറഞ്ഞാൽ സാരല്ലടാ ഒക്കെ ശരിയാവും. കരഞ്ഞു. എന്നിട്ട് ആ ബസ്സിൽ നിന്ന് അവൻ ഇറങ്ങിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവിടെ അവൻ നേരത്തെ റിജക്റ്റ് ചെയ്ത് വിട്ട ഒരു യാചകനില്ലേ, അയാൾ അവിടെ കിടക്കുന്നുണ്ട്. അവൻ ഇയാളുടെ അടുത്തുനിന്ന് മോഷ്ടിച്ച് $10 രൂപയില്ലേ, $10, ആ $10 കീശയിൽ നിന്നെടുത്ത് ഇയാളുടെ ആ ബോക്സിലേക്ക് ഇങ്ങനെ വെച്ച് അവൻ തിരിഞ്ഞു നടക്കുന്നിടത്ത് ആ ഷോർട്ട് ഫിലിം അവസാനിക്കും. അയാൾക്ക് എങ്ങനെ മനസ്സിലായി ഇവൻ ഓക്കെ അല്ല? എങ്ങനെ മനസ്സിലായി? എവിടുന്ന് കിട്ടിയ? നീ എന്താണ് ഇത്രയും വൈകിയത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ അവന് പെട്ടെന്ന് കഴിഞ്ഞില്ല. കാരണം അവൻ അതിനൊരു ഉത്തരമില്ലായിരുന്നു. അതിൻ്റെ കാരണം അവന് വീടില്ലാത്തൊരു കുട്ടിയായിരുന്നു. ഒരു പകലും രാവും മുഴുവനും അവന്റെ കൂടെ തുള്ളിക്കളിച്ച് നടന്ന അവന്റെ ചങ്ങാതിമാർക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, ഒരു സെക്കൻഡ് വൈകുമ്പോഴേക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ സങ്കടപ്പെടുന്ന അവന്റെ കൂട്ടുകാരിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ജീവിതത്തിൽ ആദ്യമായി കാണുന്ന കണ്ണും കാതുമില്ലാത്തൊരു മനുഷ്യന് മനസ്സിലാകുന്നതിന്റെ പേരാണ് കമ്പാഷൻ. സഫറിങ് വിത്ത്, അല്ലേ? സഫറിങ് വിത്ത്. നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യനും അയാളുടേത് മാത്രമുള്ള, അയാൾക്ക് മാത്രം മനസ്സിലാകുന്ന വേദനയുള്ള യുദ്ധങ്ങൾ താണ്ടിക്കൊണ്ടാണ് കടന്നു പോകുന്നത്. നമ്മൾ കണ്ടുമുട്ടുന്ന ഏതൊരു മനുഷ്യനും അയാൾക്ക് മാത്രം പരിചിതമായ, അയാൾ മാത്രം അഡ്രസ് ചെയ്യേണ്ട ഏതൊക്കെയോ യുദ്ധങ്ങൾ താണ്ടിയിട്ടാണ് കടന്നു പോകുന്നത്. കരുണയുടെ വേര് എന്ന് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇഫ് യു ജഡ്ജ് പീപ്പിൾ യു ഹാവ് നോ ടൈം ടു ലവ് ദം. മദർ തെരേസയുടെ ഭയങ്കര രസമുള്ളൊരു വാക്കാണ്. നമ്മളൊരാളെ കാണുമ്പോൾ നമ്മളയാളെ ജഡ്ജ് ചെയ്യാൻ നിന്നാൽ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, പിന്നെ അയാളെ സ്നേഹിക്കാൻ നമുക്ക് സമയം കിട്ടില്ലല്ലോ. If you judge people, you have no time to love them. കമ്പാഷൻ ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് എത്രയേ ഉള്ളൂ, ഒരാളെയും ജഡ്ജ് ചെയ്യാതിരിക്കുക. മനുഷ്യന്മാരെ കരയിപ്പിക്കാൻ 2 വഴികളുണ്ട്. മനുഷ്യന്മാരെ കരയിപ്പിക്കാൻ 2 വഴികളുണ്ട്. ഒന്നുകിൽ വേദനിപ്പിച്ചാൽ മതി, അല്ലെങ്കിലോ ഞെട്ടിക്കുന്ന സ്നേഹം കൊടുത്താൽ മതി. CV ബാലകൃഷ്ണന്റെ ഒരു കഥയുണ്ട്, ചെറിയൊരു കുഞ്ഞു കഥയാണ്. ഒരു ചെറിയ മോളുണ്ട്, അവള് സ്കൂളിലേക്ക് പോകുമ്പോൾ ചോറ്റുപാത്രം കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ചോറ്റുപാത്രവും കൊണ്ട് ഒറ്റയ്ക്കുള്ളൊരു യാത്രയാണ് അധിക ദിവസം. ഒരു ദിവസം അവളുടെ നേരെ ദുഷ്ടനായ ഒരാൾ ചാടി വീണ്. ഓക്കെ, എന്നിട്ട് അവളുടെ ചോറ്റുപാത്രമില്ലേ അത് തട്ടിപ്പറിച്ചു വാങ്ങിയിട്ട് ഇയാൾ അതെടുത്ത് കഴിക്കുകയാണ്. എന്തൊരു ദുഷ്ടനാണല്ലേ! ചെറിയൊരു മോളുടെ അടുത്തുനിന്ന് ചോറ്റുപാത്രം തട്ടിപ്പടിച്ച് വാങ്ങിയിട്ട് അത് കഴിക്കുന്ന ദുഷ്ടനായൊരു മനുഷ്യൻ. പക്ഷെ ഈ മോളില്ലേ, ഈ മോൾ അവിടെ ഇങ്ങനെ നിൽക്കുക, അവള് പോകുന്നില്ല. അപ്പൊ ഇയാൾ ചോദിച്ചു, എന്താ പേടിക്കാത്തത് എന്നില്ല, എന്താ പേടിയൊന്നുമില്ലേ, എന്താ പോവാത്തത്? അപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ? വേഗം കഴിക്കുക, എന്നിട്ട് പാത്രം താ, അല്ലെങ്കിൽ അമ്മ വഴക്ക് പറയും. പാത്രം ഇല്ലാതെ ചെന്നാല് അമ്മ വഴക്ക് പറയും. ഇത് കേട്ടപാടെ ഇയാളിത് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ കഴിച്ചതിന് ശേഷം ആ പാത്രം ഇവളുടെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുത്ത സമയത്ത് ഇവളുടെ ചോദ്യമുണ്ട്, ഇത്രയും വലിയ വയറ് നിറയാൻ ഇത്ര കുറച്ച് ഭക്ഷണം മതിയോ? വേണമെങ്കിൽ കുറച്ചുകൂടെ അമ്മയോട് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തരാം. അതാണ് അതിനകത്തുള്ളത്.
ഇത്ര വലിയ വയറ് നിറയെ ഇത്രയും കുറച്ച് ഭക്ഷണം മതിയോ? ആ കഥയുടെ അവസാനം CV ബാലകൃഷ്ണൻ എഴുതിയത് ഇങ്ങനെയാണ്: മുറിവേറ്റ മൃഗം പോലെ കരഞ്ഞുകൊണ്ടയാളോടി. അയാൾക്കവിടെ നിൽക്കാൻ പറ്റില്ല. മനുഷ്യന്റെ കരുണയും സ്നേഹവും ഒക്കെ അനുഭവിച്ചിട്ട് ഇങ്ങനെ പൊട്ടിയൊഴുകാനിരിക്കുന്നൊരു കടൽ നമ്മുടെ കണ്ണിന്റെ പിന്നാമ്പുറത്തുണ്ട്. ശരിക്കും സൗദി വെള്ളമൊക്കെ കണ്ടിരുന്നു നിങ്ങൾ അല്ലേ? കണ്ടില്ലേ? അതിന്റെ അവസാനത്തെ ഡയലോഗല്ല അല്ലേ? എന്താ അതിന്റെ അവസാനത്തെ ഡയലോഗ്? ഒരാള്, ദുഷ്ടനായ ഒരാള് തീരെ വയ്യാതെ കിടക്കുന്നത് കണ്ടിട്ട് തിരിച്ചു പോരുമ്പോൾ ലുക്മാന്റെ കഥാപാത്രം പറയുന്നുണ്ട്, ഇത്രയൊക്കെ ഉള്ളൂല്ലേ മനുഷ്യൻ. ദുഷ്ടനായി നടന്ന ആളാണ്, ആ കേസിന്റെ തന്നെ കാരണക്കാരനായ ആളാണ് അല്ലേ? അയാളാണ് തീരെ വയ്യാതെ ഒന്ന് അനങ്ങാൻ പോലും വയ്യാതെ കിടക്കുന്നത് കണ്ടപ്പോൾ അതിന്റെ ഇരയായ ലുക്മാൻ പറയാണ്, ഇത്രയൊക്കെ ഉള്ളൂല്ലേ മനുഷ്യൻ. പക്ഷെ കഥ ഇങ്ങനെ പോയി 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 അവസാനം ആ കഥയുടെ ഒടുക്കത്തെ ഡയലോഗ് ഇതാണ്. ബിനു പപ്പു പറയുന്നുണ്ട്, എടാ നീ എന്നോട് ചോദിച്ചില്ലേ ഇത്രയൊക്കെ ഉള്ളൂല്ലേ മനുഷ്യൻ, ഇത്രയൊക്കെ ഉണ്ടടാ മനുഷ്യൻ. ഒരൊറ്റ മനുഷ്യന്റെ ഉള്ളില് നമ്മൾ കാരണം ഈ ഒരു ചിന്ത ഉണ്ടാകുന്നതിന്റെ പേരാണ് കമ്പാഷൻ. ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കമ്പാഷനേറ്റ് ആയിട്ടുള്ള മനുഷ്യന്മാരോടാണ്. ഇത്രയും കമ്പാഷനേറ്റ് ആയിട്ടുള്ള കണ്ണുകളുള്ളൊരു സദസ്സിൽ ഈ ജന്മത്തിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടാവില്ല, എനിക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരൂല. മനുഷ്യന് വെൽക്കമിങ് ആവുക എന്നുള്ള അതാ കമ്പാഷൻ. നമ്മളെ കാണുമ്പോൾ ഒരാൾക്ക് നമ്മളൊരു ഓഫീസിലിരിക്കുമ്പോൾ നമ്മളോട് വന്നിട്ട് ചോദിക്കാൻ തോന്നില്ല, അതിന് പേരാണ്. അല്ലെങ്കിൽ നമ്മളൊരു അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ നമ്മളോട് അയാൾക്ക് ആവശ്യമുള്ളൊരു കാര്യം ചോദിക്കാൻ തോന്നണം. വേണ്ട, അയാളോട് ചോദിക്കണ്ട എന്ന് തോന്നില്ലല്ല, അയാളോട് ചോദിക്കാം എന്ന് തോന്നാൻ പറ്റും വിധം നമ്മുടെ കണ്ണിൽ അയാളെ വെൽക്കം ചെയ്യുന്ന ഒരു അനുഭവത്തിന്റെ പേരാണ് ശരിക്കും പറഞ്ഞാൽ കമ്പാഷൻ. നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യന്മാര് ഏതൊക്കെ യുദ്ധങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്കറിയില്ല. ലാൽ ജോസിന്റെ ഒരു സിനിമയുണ്ട്, പുറം കാഴ്ചകൾ എന്നാണ് ആ സിനിമയുടെ പേര്. ചെറിയ ഷോർട്ട് ഫിലിമാണ്. നമ്മുടെ കേരള കഫേ എന്ന് പറഞ്ഞിട്ടൊരു ആന്തോളജി വന്നിരുന്നില്ലേ, 5-6 സിനിമകളുള്ളൊരു ആന്തോളജി, അതിലുള്ളൊരു സിനിമയാണ് പുറം കാഴ്ചകൾ. ഇത്രയേ ഉള്ളൂ, ഒരു ബസ് ഇങ്ങനെ പോകുന്നു, ശാന്തമായി പോകുന്നൊരു ബസ്സാണ്. പക്ഷെ ആ ബസ്സിലേക്ക് ഒരാൾ കയറി വന്നതോടെ അതിൻ്റെ എല്ലാ ശാന്തതയും പോകുന്നു. അയാൾ ഭയങ്കര ദേഷ്യക്കാരനായ ഒരാള്, എല്ലാവരോടും ദേഷ്യം. അയാളുടെ അടുത്ത് ശ്രീനിവാസനാണ് ഇരിക്കുന്നത്. അപ്പൊ ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട്, നമ്മളിപ്പോ എത്ര ഉയരത്തിലായിരിക്കും പോകുന്നത്, സീ ലെവലിൽ നിന്ന് എത്ര ഉയരമായിരിക്കും പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറയുന്നു, അതൊക്കെ നോക്കിയിട്ട് വന്നപ്പോഴായിരുന്നു, എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ പോലെ. അപ്പൊ ഈ ചോദിക്കുന്ന ആളുടെ എല്ലാ മൂടും നഷ്ടപ്പെടുകയാണ്. ആ യാത്രയോടുള്ള സന്തോഷം തന്നെ ഇയാൾക്ക് ഇല്ലാതായി. ഇങ്ങനെ പെരുമാറുന്ന ഒരാള് ആ ബസ്സിലേക്ക്, ഹൈറേഞ്ചിലൂടെ പോകുന്നത്, ആ ബസ്സിലേക്ക് കുറച്ച് കോളേജ് സ്റ്റുഡൻസ് കയറി വരുന്നുണ്ട്. ഈ കോളേജ് സ്റ്റുഡൻസ് കയറി വന്നതോടുകൂടി ആ ബസ് ആകെ ചില്ലായി. അവര് ഭയങ്കര സന്തോഷമുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ഉറക്കെ സംസാരിക്കുന്നുണ്ട്, ഉറക്കെ സന്തോഷിക്കുന്നുണ്ട്. ഇതൊന്നും ആർക്ക് പറ്റുന്നില്ല, ഇയാൾക്ക് പറ്റുന്നില്ല. കുറെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു വെള്ളച്ചാട്ടം കാണുമ്പോൾ ആ സ്റ്റുഡൻസ് പറയുന്നുണ്ട്, ഇവിടെ നിന്ന് നിർത്തി തരുമോ? ബസ് നിർത്തി കൊടുത്തു. അവരവിടെ ഇറങ്ങി കുറച്ച് സമയം ഇങ്ങനെ ഉല്ലസിക്കുന്നുണ്ട്. ഇതൊന്നും ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ബസ് എവിടെയൊക്കെ നിർത്തുന്നുണ്ടോ അവിടെ ഒന്നും ഇയാൾ വളരെ ഇറിറ്റേറ്റഡ് ആണ്. ബസ് വേഗം പുറപ്പെടാനൊക്കെ പറയുന്നു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് ഇയാളൊരു സ്ഥലത്തെത്തിയപ്പോൾ പറഞ്ഞു, എനിക്ക് ഇവിടെ ഇറങ്ങണം. ഇയാൾക്ക് ഇറങ്ങണം. ആക്ച്വലി അവിടെ സ്റ്റോപ്പില്ല. അപ്പൊ ഈ ബസ്സിലെ ജീവനക്കാർ പറഞ്ഞ എന്താണെന്നറിയോ, നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞ എന്താണ്, ബസ് നിർത്തിയപ്പോഴൊക്കെ നിങ്ങൾക്ക് പരാതി വരുന്നില്ല, ഇപ്പൊ നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോ നിർത്തണമെന്നാണോ? നിർത്തില്ല എന്ന് പറഞ്ഞു. ഇയാൾ എഴുന്നേറ്റിട്ട് ഒരലർച്ചയായിരുന്നു, നിർത്തണോ എന്ന് പറഞ്ഞിട്ട്. നിർത്തേണ്ടി വന്നു. അങ്ങനെ അയാൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി. അയാൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുന്നത് കുറച്ച് ആളുകൾ ഇങ്ങനെ വട്ടം കൂടി നിൽക്കുന്ന ഒരു ചെറിയ വീട്ടിലേക്കാണ്.
ആ വീട്ടിലേക്ക് അയാൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പെൺകുട്ടി ഓടി വന്നിട്ട് അയാളെ ഏട്ടാന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. രണ്ടുപേരും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ആ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ബസ്സിന്റെ പിറകിലൂടെ ഒരു ജീപ്പ് വരുമ്പോൾ ആ ജീപ്പിന്റെ മുകളിൽ ഒരു ശവപ്പെട്ടി കെട്ടി വെച്ചിട്ടുണ്ട്. ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഏതോ ഒരാള് നഷ്ടപ്പെട്ട് ആ പൊള്ളലിൽ ഇങ്ങനെ ചവിട്ടി നിൽക്കുന്ന മനുഷ്യന് ആ പൊള്ളൽ പുറത്തു വരാൻ ഒരേ ഒരു വഴി ദേഷ്യപ്പെടുക എന്നുള്ളതായിരുന്നു. ആക്ച്വലി അയാളുടേത് ദേഷ്യമായിരുന്നില്ല, പിന്നെന്തായിരുന്നു? അയാളെ സങ്കടമായിരുന്നു. മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും മനോഹരമായ പ്രണയഗാനങ്ങളിലെ ഒരു പ്രണയഗാനമാണ് മാലിക് എന്ന സിനിമയിലെ തീരമേ തീരമേ എന്നുള്ള സോങ്. അല്ലേ? പാടുന്ന ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഇരിക്കണം ഉണ്ടോ? ആ രണ്ടുപേര് പാടാൻ പറ്റേ ഉണ്ടോ? അംസ പാടുവോ? സാധാരണ പ്രണയഗാനങ്ങളിൽ ഉപയോഗിക്കാത്ത രണ്ട് വാക്കുകൾ അതിനകത്തുണ്ട്. സാധാരണ പ്രണയഗാനങ്ങളിൽ ഒന്നും ഉപയോഗിക്കാത്ത രണ്ട് വാക്കുകൾ ഞാൻ അതോടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഏതൊക്കെയാണ് വാക്ക് എന്നറിയോ? ഒന്ന് കരുണ, നീ തരും കരുണാലയം. നീ തരും കരുണാലയം. രണ്ടാമത്തെ വാക്ക് ശരണാലയം. നീ തരും കരുണാകരം. അല്ലെ? നീ തരും കരുണാകരം, കരുണയുടെ കൈകൾ. രണ്ടാമത്തെ വാക്ക് ഇവിടമോ ശരണാലയം. ആരാ പറയണ? ഒരു പ്രണയിനി അയാളുടെ പ്രണയിതാവിനോട് പറയാണ് രണ്ട് കാര്യങ്ങൾ. നീ എനിക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ രണ്ട് കാര്യങ്ങൾ, ഒന്ന് കരുണയാണ്, രണ്ടാമത്തേത് അഭയമാണ്, ശരണം. എടാ, കരുണയുള്ള സ്നേഹമുണ്ടല്ലോ, കരുണയുള്ള പ്രണയമുണ്ടല്ലോ, കരുണയുള്ള സൗഹൃദം ഉണ്ടല്ലോ, അതിനേക്കാൾ മനുഷ്യന്റെ ഉള്ളു നിറയ്ക്കുന്ന മറ്റൊരു അനുഭവമില്ല. ഒരിക്കലൊരു കോളേജിൽ നിന്നൊരു കുട്ടി ചോദിച്ചു, ഞാൻ ആരെയാണ് പ്രണയിക്കേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പ്രണയിക്കാൻ പാടുണ്ടോ? അങ്ങനെ ചോദ്യമൊന്നുമില്ല. എനിക്ക് ഒരാളെ പ്രണയിക്കണം, ഞാൻ ആരെയാണ് പ്രണയിക്കേണ്ടതെന്ന് ചോദിച്ചു. ഉള്ള ചോദ്യം എങ്ങനെയായിരുന്നു? ആ ചോദ്യത്തിന് കൊടുത്ത ഉത്തരം എങ്ങനെയായിരുന്നു? എന്താണെന്നറിയോ? നിന്റെ ജീവിതത്തിലേക്ക് പുതിയൊരാൾ വരികയാണല്ലോ, അല്ലേ? പ്രണയം എന്ന് പറഞ്ഞാൽ അതല്ലേ? നിന്റെ മുഴുവൻ എനർജിയും അയാളിലേക്കായിരിക്കും പിന്നെ പോവാ. പക്ഷെ ഇപ്പൊ നിന്റെ ജീവിതത്തിൽ നിലവിൽ കുറെ ആളുകളില്ലേ? ഉണ്ട്. ആ ആളുകളോടൊക്കെ നിനക്ക് സ്നേഹം തോന്നാൻ കാരണമാകുന്ന ഒരാൾ. ഇപ്പൊ നിന്റെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടോ, ആരൊക്കെയുണ്ടോ, അവരോടൊക്കെ നിനക്ക് സ്നേഹം തോന്നാൻ കാരണമാകുന്ന ഒരാൾ. ഈ ഹെയർബിസ് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട്, വലിയൊരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായൊരു പുസ്തകമുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. അദ്ദേഹത്തിന് ഒരു പ്രണയം ഉണ്ടായിരുന്നു, വളരെ തീവ്രമായ പ്രണയമായിരുന്നു. വൈകുന്നേരം ഇവര് രണ്ടാളുകൾ നടക്കാൻ ഇറങ്ങുക. ഭയങ്കര രസമുള്ളൊരു ഒരു സീനാണത്. വൈകുന്നേരം ഇവര് രണ്ടാളുകളും നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഓരോ അവർ കഴിയുമ്പോഴും, ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഈ ഫോൺ ബൂത്തില്ലേ, ആ ഫോൺ ബൂത്തിലേക്ക് കയറിയിട്ട് ഇദ്ദേഹം ഒരാളെ ഫോൺ ചെയ്യും. ആരെന്നറിയോ? അമ്മ. യഥാർത്ഥത്തിൽ അതിന് കാരണം ആരായിരിക്കും? യഥാർത്ഥത്തിൽ അതിന് കാരണം ആരായിരിക്കും? ആ കൂടെ നടക്കുന്ന പെൺകുട്ടിയായിരിക്കും. ഉറപ്പല്ലേ? അവൾ അതിൽ നിന്ന് ഒരൊറ്റ വാക്കുകൊണ്ടെങ്കിലും പിന്തിരിപ്പിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത്രയും ഗാഠമായി അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരാളോട് അദ്ദേഹത്തിന് അടുപ്പം കുറയുമായിരുന്നു. അതെന്താണ്? ശരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാൾ കയറി വരിക എന്ന് പറഞ്ഞാൽ എന്താ? നിലവിൽ എന്തൊക്കെയുണ്ടോ അതിനോടൊക്കെ സ്നേഹം തോന്നണം, അല്ലേ? നീ തരും കരുണാകരം. എടാ, അതാണെടാ കരുണാകരം. ഒരു മനുഷ്യൻ, നമ്മളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അതാരോട്ടെ, അയാൾ എന്തെല്ലാം അനുഭവങ്ങളിലൂടെ കടന്നു വന്ന്. രാവിലെയുള്ള ആളാവില്ല വൈകുന്നേരം, ഇന്നലെ കണ്ട ആളാവില്ല ഇന്ന്,
കഴിഞ്ഞ ആഴ്ച കണ്ടുണ്ടാവില്ല, ഈ ആഴ്ച രാത്രി പറഞ്ഞതൊക്കെ രാവിലെ ആകുമ്പോഴേക്ക് അയാൾ മറന്നു പോകും. അപ്പൊ നീയല്ല ഇന്നലെ പറഞ്ഞത് നമുക്ക് അവിടെ പോവാം, രാവിലെ ആകുമ്പോഴേക്ക് അഭിപ്രായം മാറിയോ? അഭിപ്രായം മാറും. കാരണം എന്താ? അത്രയേറെ ഇയാളുടെ ഉള്ളിൽ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.